ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഖരിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്, ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. മറ്റുള്ളവരോട് സത്യസന്ധതയോടും സ്നേഹത്തോടും ദയയോടും ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം. ദൈവത്തോട് അനുസരണയോടുകൂടെ ജീവിക്കുവാനും പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും യഹൂദയിലെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച സഖരിയ പ്രവാചകൻ നൽകിയ ഒരു വലിയ പ്രവചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ വാക്യം. ഈ പ്രത്യേക വാക്യത്തിൽ ഒരാളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും സമഗ്രത കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും ആത്മാർത്ഥതയോടെ പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും സഖരിയാവ് വെളിപ്പെടുത്തുന്നു. ഈ വാക്യത്തിൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്ന് സമഗ്രതയുടെയും സത്യസന്ധതയുടെയും ആശയമാണ്. നിങ്ങളിൽ ആരും തൻ്റെ അയൽക്കാരനെതിരെ നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മ സങ്കല്പിക്കരുത് എന്ന ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് വാക്യം ആരംഭിക്കുന്നത്. നമ്മുടെ ചിന്തകളും ഉദ്ദേശങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിനും മറ്റുള്ളവരോട് മോശമായ ഇച്ഛാശക്തിയോ വിദ്വേഷമോ വളർത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. തെറ്റായ ശബ്ദത്തെ സ്നേഹിക്കരുത് എന്നതിനെതിരെ ജാഗ്രത പാലിക്കുന്നു. അത് സത്യസന്ധമായി സംസാരിക്കേണ്ടതിൻ്റെയും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ സത്യസന്ധതയോടും നല്ല സ്വഭാവത്തോടും കൂടി ജീവിക്കുവാനും മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിൽ വഞ്ചന ഒഴിവാക്കുവാനുമുള്ള ആഹ്വാനമാണ്. ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ വിഷയം മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയുമുള്ള ജീവിതം നയിക്കുക എന്നതാണ്. അയൽക്കാരനെതിരെ ഹൃദയത്തിൽ തിന്മ സങ്കല്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള കൽപ്പന ബുദ്ധിമുട്ടുകൾക്കും സംഘർഷങ്ങൾക്കുമിടയിൽ പോലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ്. മറ്റുള്ളവരെ നമ്മളെപ്പോലെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് ദയയോടും അനുകമ്പയോടും കൂടി പെരുമാറുകയും ചെയ്യുക എന്ന വലിയ വിഷയത്തെ പഠിക്കുവാനായി ബൈബിൾ നമ്മെ സഹായിക്കുന്നു. സത്യത്തിലും ആത്മാർത്ഥതയിലും മറ്റുള്ളവരുമായി ഇടപഴകേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്ന തെറ്റായ ശബ്ദങ്ങളെ സ്നേഹിക്കാതിരിക്കുവാനുള്ള പ്രതിബദ്ധതയ്ക്കും ഈ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതൊരാളുടെ വാക്ക് പാലിക്കുകയും മറ്റുള്ളവരോട് മാന്യമായും ന്യായമായും പെരുമാറുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ വാക്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുവാൻ അതിൻ്റെ സന്ദർഭം വളരെ പ്രധാനമാണ്. സഖരിയാവിൻ്റെ പ്രവചനത്തിൻ്റെ സമയത്ത് യഹൂദയിലെ ജനങ്ങൾ വെല്ലുവിളികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. ആലയം പുനർനിർമ്മിക്കുന്നതും അവരുടെ ഭൂമി പുനഃസ്ഥാപിക്കുന്നതും ഉൾപ്പെടെ സഖരിയയുടെ ഉപദേശം ദൈവത്തോട് വിശ്വസ്തരായി നിലകൊള്ളുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പ്രയാസങ്ങൾ നേരിടുമ്പോൾ പരസ്പരം സത്യസന്ധതയോടും സ്നേഹത്തോടും കൂടി ജീവിക്കുവാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ദൈവത്തെ ബഹുമാനിക്കുകയും അവരുടെ സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുവാനുള്ള പ്രവർത്തനത്തിലുള്ള ആഹ്വാനമായി ഈ വാക്യം പ്രവർത്തിക്കുന്നു. ഈ വാക്യത്തിലും ഒരു പ്രതീകാത്മകതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മയെ സങ്കല്പിക്കുക എന്ന പ്രയോഗത്തിൽ ഇത് നമ്മുടെ ചിന്തകളുടെയും ഉദ്ദേശങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുള്ളവരുമായുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു. നമ്മുടെ വാക്കുകളിലും വാഗ്ദാനങ്ങളിലും സത്യത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പ്രാധാന്യത്തിൻ്റെ പ്രതീകമാണ് തെറ്റായ പ്രതിജ്ഞയില്ലാതെ സ്നേഹിക്കുക എന്ന പരാമർശം. ഈ പ്രതീകാത്മക ഘടകങ്ങൾ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന സമഗ്രതയുടെയും സ്നേഹത്തിൻ്റെയും വലിയ വിഷയങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്നു. നിർമ്മലതയോടും സത്യസന്ധതയോടും മറ്റുള്ളവരോടുള്ള സ്നേഹത്തോടും കൂടി ജീവിക്കുവാനുള്ള സന്ദേശം സഖരിയാവ് 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ സമഗ്രത, സ്നേഹം, അനുകമ്പ എന്നിവയുടെ വിഷയങ്ങൾ കാലാതീതവും പ്രസക്തവുമാണ്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലുകളിൽ ദൈവത്തെ ബഹുമാനിക്കുകയും നമ്മുടെ സമൂഹങ്ങൾക്കുള്ളിൽ ഐക്യത്തിനും സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ വാക്യം. ആത്യന്തികമായി ദൈവത്തിൻ്റെ സ്നേഹവും സ്വഭാവവും പ്രതിഫലിപ്പിക്കുന്ന
രീതിയിൽ ജീവിക്കുവാൻ ഈ വാക്യം നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.